തൃശൂർ ചാവക്കാട് മണത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ഭാഗത്തും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. മേൽപ്പാലത്തിലേക്ക് കയറുന്ന അപ്രോച്ച് റോഡിന് മുകളിലാണ് 50 മീറ്ററോളം റോഡ് വിണ്ടുകീറിയത്. സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നു. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. ചാവക്കാട് ദേശീയപാതയിൽ മണത്തലയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഒരു പാലത്തിൻ്റെ അപ്രോച്ച് റോഡ്. അതിൻ്റെ ഒരു ഭാഗത്ത് വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 50 മീറ്ററോളം നീളത്തിലാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആളുകൾ ഇത് കണ്ടെത്തുകയും പിന്നീട് അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരേക്കും അതിലൊരു ശാശ്വതമായൊരു പരിഹാരമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കുറച്ച് ആളുകൾ ഇവിടെ വന്ന് നോക്കിപ്പോയി എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും വിണ്ടിരിക്കുകയാണ്. ഈ വിണ്ട ഭാഗത്തിലൂടെ ഇനി വെള്ളം ഇറങ്ങിയാൽ ഈ വെള്ളം താഴേക്ക് ഇറങ്ങിയാൽ ഈ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയുള്ളവയ്ക്ക് അത് ഭീഷണിയാവും. ഒരുപക്ഷെ ഈ ഭാഗം തള്ളിപ്പോകാനായി തകർന്നു പോകാനായുള്ള സാധ്യത പോലും ഇവിടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കാലവർഷം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഒരു ചെറിയ മഴ വീഴുമ്പോഴത്തേക്കും കോടിക്കണക്കിന് രൂപ ചെലവിട്ടിട്ട് പണിത ഈ നാഷണൽ ഹൈവേ ഇത് പൊട്ടി വലിയ ആശങ്കയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്തെ പറ്റി കൂടുതൽ ധാരണ ഇല്ലാത്തവരാണ് ഇതിൻ്റെ വർക്ക് എടുക്കുന്നത്. ഇവിടെ മണലാണ്, മണൽ ഇടിഞ്ഞു പോവും. ഏത് സമയത്ത് മഴ പെയ്താൽ ഇടിഞ്ഞു പോവും. ആ ധാരണ ഇവർക്ക് ഇല്ലാത്തതിൻ്റെ ആ രീതിയിലാണ് അവർ വർക്ക് നടത്തുന്നത്. അതിനിടെ ദേശീയപാതയിൽ UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമുണ്ടായി. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടന്നു. അതിനുശേഷം ഗതാഗതം വലിയ തോതിൽ ദേശീയപാതയിൽ സ്തംഭിച്ചതോടുകൂടി ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ ഭാഗത്തിന് മുകളിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പ്രദേശമാകെ തന്നെ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ്. ഇതിലും സർവീസ് റോഡിലും പൂർണ്ണമായും വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം താഴ്ന്നു പോയതാണ് ഈ മുകളിലുള്ള ഈ ഒരു ദേശീയപാതയുടെ ഭാഗം വിണ്ടുപോകാനായുള്ള ഒരു സാധ്യതയായി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ട് വാളിനുള്ളിലൊക്കെ തന്നെ വളരെയധികം മണ്ണ് നിറച്ചിരിക്കുകയാണ്. ആ മണ്ണ് കൃത്യമായി നിറയ്ക്കാത്തത് മൂലമാണ് അത് താഴ്ന്നു പോകാനുള്ള സാധ്യതയായി ഇവിടുത്തെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരവണ്ണൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.